ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് സർവീസിന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ബൈക്ക് 4th സർവീസാണ്, ലാസ്റ്റ് ഫ്രീ സർവീസാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നായിരുന്നു ആക്ച്വലി അത് കൊടുക്കായിരുന്നത്. പക്ഷേ ഇന്ന് അവിടുത്തെ ഷോറൂമിൽ അത് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം അവിടെ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും മാത്രമേ സർവീസ് ഉള്ളൂ. അങ്ങനെ ഇന്നലെ ഞാൻ കൊണ്ട് കൊടുത്തിരിക്കുമായിരുന്നു. അപ്പം ഇന്ന് അത് പോയി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 600-700 ദിവസങ്ങൾക്ക് ശേഷം ഇറങ്ങിയ അജിത്തിൻ്റെ ഇടാമുയർച്ചി സിനിമ കാണണം. ആക്ച്വലി ഇന്നായിരുന്നു ഇന്ന് വണ്ടി കൊടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അതായത് രാവിലെ പോയി വണ്ടി കൊടുക്കുന്നു, പിന്നെ പോയി സിനിമ കാണുന്നു, സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ ഇന്ന് അത് നടന്നില്ല. അതുകൊണ്ട് ഇന്നലെ വണ്ടി കൊടുത്തു. ഇന്ന് പോയി അത് കാണാൻ പോവുകയാണ്. ഫസ്റ്റ് ഷോക്ക് പോവുകയാണ്. ചേട്ടൻ താണ്ട് ഇവിടെ ഉണ്ട്, വയ്യാതെ കിടക്കുകയാണ്. പനി പിടിച്ച് ഗൈസ്, പനിയൊക്കെ എവിടെ നിന്നേ കൊണ്ടുവരണേ? അപ്പോൾ എവിടെന്നെങ്കിലും ഓരോ പനിയും കൊണ്ടുവരും, എനിക്കും തരും. എന്നിട്ട് അവന് മാറും, പക്ഷെ എനിക്ക് മാറില്ല. അതാണ് ഗൈസ് ഇവിടെ സംഭവം. അവന് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് മാറും, പക്ഷെ എനിക്ക് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും. ഇപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ഓരോന്ന് കൊണ്ട് എനിക്ക് തരും. നീ പറഞ്ഞ പടത്തിൻ്റെ പറഞ്ഞ പനി അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല, അത് വേറെ എസ്. പിന്നെ പനിയൊക്കെ മാറിയിട്ട് പോകും. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇത്ര ദിവസം ഇവിടെ പനി ഇല്ലാതിരുന്നിട്ട് നീ വിളിച്ചിട്ടില്ലല്ലോ. പനി ഇല്ലാത്ത നീ വരുമല്ലോ എന്ന് എനിക്കറിയാമല്ലോ. അങ്ങനെ വേണം. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ അജിത്തിൻ്റെ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. മുമ്പ് ഞാൻ കങ്കുവ സൂര്യയുടെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട്. ഇത് അതുപോലെ ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഞാൻ എൻ്റെ അടുത്ത് നീ കണ്ടിട്ടുണ്ടോ അജിത്തിൻ്റെ ആദ്യ സിനിമ? ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അതാണ്. അപ്പം ഞാനും ഒരു ആദ്യമായിട്ടാണ് ഗൈസ് അജിത്തിൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതേ ആ സിനിമയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ജോലിക്കൊന്നും പോകണില്ല. അപ്പം എന്തോന്ന് പരിപാടി എന്തോ പുഷ്പ 2 അപ്പോൾ അത് കണ്ടോണ്ടിരിക്കും. എന്തായാലും ഞാൻ വന്നാലോ തീരും തോന്നില്ല. 3-4 മണിക്കൂറുണ്ട്. നീ റിവ്യൂ ഇടല്ലേ ഇന്ന്? സിനിമ കാണാൻ പോണേൻ്റെ സിനിമ കാണാൻ പോണതിൻ്റെ വ്ളോഗ്. നമുക്ക് റിവ്യൂ ഒന്നും അങ്ങനെ പറയാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും കണ്ടിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം എന്നോടൊപ്പം എന്താ ഇവനും ഉണ്ട്. കുറേ നാളായി കണ്ടിട്ട് വീഡിയോയിലൊക്കെ ഓരോ തിരക്കായി പോയടേ. എന്തൊരു തിരക്ക്, ഒരു പേഴ്സണൽ തിരക്കുകൾ. എന്തായാലും നന്ദി ഉണ്ടേ. സാധാരണ നീ ഞാൻ ഇടുമ്പോൾ അതേപോലത്തെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരുന്നാ, ഇന്ന് മാറ്റി പിടിച്ചപ്പോഴത്തേക്ക് അത് പറയണം. പക്ഷെ പാൻറ് ഏകദേശം സെയിം ആണ്. സത്യം, എന്തെങ്കിലും ഒന്ന് സെയിം ആവും. അതങ്ങനെ ആവണമല്ലോ ഇത്. ഇവിടെ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ നമ്മൾ പോവേണം. ആദ്യം നമുക്ക് സിനിമ കാണാം, എന്നിട്ട് നമുക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മളെ നല്ല പ്ലാൻ. ഞാൻ ആദ്യമായിട്ടാണ് അജിത്തിന്റെ സിനിമ കാണാൻ പോണേ. ഞാനും മുമ്പ് ഒരു നടന്റെ ആദ്യ പടം തിയേറ്ററിൽ പോയി കണ്ടോ? കങ്കുവ വെറും പരാജയമായിരുന്നു. ഇത് അതുപോലെ ആവരുതേ. നമ്മളിതുവരെ റിവ്യൂ ഒന്നും നോക്കിയില്ല ഗൈസ്. ഇതെല്ലാം നമുക്ക് പോയി നോക്കിയിട്ട് പറയാം. 12 മണിക്കല്ലേ ഷോ? 12:10 തോന്നുന്നു. ഏകദേശം 10 മണിയായി. അപ്പൊ ഇനി 2 മണിക്കൂറുണ്ട്. മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിലാണ് ഗൈസ്. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കട്ടെ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയിരിക്കണല്ലേ. ഭയങ്കര ആശ്വാസം. സത്യം, പുറത്തൊക്കെ അമ്മാതിരി വെയിലും പിന്നെ നമ്മളെ പറഞ്ഞ വഴിക്ക് കുറെ പേര് സമരം അതൊക്കെ പഠിപ്പ് അങ്ങനെ എന്തോ കുറെ സംഭവങ്ങൾ. ക്ലാസ്സുള്ള 2 ദിവസം. ഇതിപ്പോ കുറെ നാളുകൾക്ക് ശേഷമാണ് കേസ് നമ്മളിങ്ങനെ മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ കടകളൊക്കെ ഓപ്പൺ ആകാൻ പോകുന്നുണ്ട്. ഫുഡാണ് കൂടുതൽ. 3rd ഫ്ലോറിൽ അത്രയും കുറെ ഫുഡ് സ്പോട്ടുകൾ തന്നെ. ഒരുപാട് ഫുഡിന്റെ പരസ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കമ്മിങ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നോക്കുമ്പോൾ ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരക്കില്ല. അതിന് സത്യം തിരക്കില്ല. നമ്മൾ സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിക്കും. പിന്നെ പെട്ടെന്ന് കണ്ടും തീരുമല്ലേ. കുറച്ചേ ഉള്ളു കാണാൻ. ഒരു 5 ഒരു 10 നമുക്ക് ചെയ്യാം. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചുമ്മാ വാരി വലിച്ചൊന്നുമില്ല. അതുകൊണ്ട് DC ബുക്സ് ഇവിടെ DC ബുക്സിന്റെ സ്റ്റോറുണ്ട്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ഓഫർ വന്നിട്ടുണ്ട് DC ബുക്സിന്റെ. അതായത് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. നമ്മൾ ലിങ്ക് ഇട്ടിരിക്കുക. നിങ്ങളാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള DC ബുക്സിന്റെ സ്റ്റോർ നോക്കി നിങ്ങൾ അത് അപ്ലൈ ചെയ്തിരുന്നാൽ മതി, ഫില്ല് ചെയ്തിട്ടിരുന്നാൽ മതി. ശേഷം 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഏകദേശം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ആസാദും അതേപോലെ ഇവിടുത്തെ ബർഗറിൻ്റെ അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കയറാൻ പോയാണ്. കാരണം 12:10 ഷോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറയും സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റൂല. നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് വരാം അല്ലേ? അതൊക്കെ പിന്നീട് കളിക്കും. സിനിമയെ കണ്ടിട്ട് എൻ്റെ റിവ്യൂ പറയാം ഗൈസ്. ബൈ. ഹായ് ഗൈസ്.
അപ്പോൾ നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 12:10 തുടങ്ങി സിനിമ തീർന്നപ്പോൾ ഏകദേശം 2:30 മണി 2.5 മണിക്കൂറുണ്ട് സിനിമ. 2.5 മണിക്കൂറും 34 മണിക്കൂർ പോടാ 2.5 മണിക്കൂർ 4 മിനിറ്റും 2.5 മണിക്കൂർ 34 മിനിറ്റും എങ്ങനെ ആവും? ശരിയാണ്. അപ്പൊ ഇത് ഫുള്ള് ഇന്റർവെൽ വരെ വലിയ ആക്ഷൻ ഒന്നും ഇല്ല, ആക്ഷൻ ഒന്നും ഇല്ല, ഇങ്ങനെ സ്ലോ പേസ്ഡ് ആയിട്ട് പോകും. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം ഫുള്ള് ആക്ഷൻ ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു മാസ് പടം ഒന്നും പറയാൻ പറ്റൂല. ഒരു ലവ് സ്റ്റോറി ഫാമിലി ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗൈസ്. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട മാൻ? കുഴപ്പമില്ലടേ, അജിത്തിന്റെ അജിത്തിന്റെ ഒരു പടം കണ്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ആവറേജ് എന്ന് വെച്ചാൽ പറയണടുത്ത് ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ലെങ്കിൽ കൊള്ളാം. ഫാമിലി ഒരു ലവ് സ്റ്റോറി കൊള്ളാം. അല്ല കൊള്ളൂലെന്ന് പറയാൻ പറ്റൂല, കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. വേറെ ഒന്നുമില്ല, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നാലും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് വന്നപ്പോ ആ ഒരു കിട്ടില്ല. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോകണം. വണ്ടി പരുത്തിപ്പാറ എംപയറിന്റെ ഷോറൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നലെ റെഡി ആയിട്ടുണ്ട്, പിന്നെ എടുക്കാൻ പോകണേ ഉള്ളൂ. അപ്പൊ ഇനി അതെടുക്കണം, പിന്നെ നേരെ വീട്ടിൽ പോകണം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇനി അവിടെ വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ പടമൊക്കെ കണ്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കിട്ടിയിട്ടുണ്ട്, അരിപ്പുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. അവർ കഴുകി നല്ല ലുക്കിലിരിപ്പുണ്ട് ഗൈസ്. ഇപ്പോഴും ഇതേപോലെ ഇരുന്നെങ്കിൽ എന്ന് നല്ലായിരുന്നല്ലേ, അങ്ങനെയാണ് എൻ്റെ ഇപ്പോൾ ആഗ്രഹം. പക്ഷേ 2 ദിവസം ഓടിക്കുമ്പോൾ തന്നെ വണ്ടിയൊക്കെ ഫുള്ള് പൊടി വഴുക്കൊക്കെ ആവും. താമസിച്ചത് അത് വണ്ടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സിനിമയും കണ്ടിട്ട് വരുള്ളൂന്നല്ലേ ഞാൻ പറഞ്ഞത്. സിനിമ കണ്ട് താമസിച്ചതാ? സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. 3-4 മണിക്കൂറൊക്കെ കാണും. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു സിനിമ. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ താമസിച്ചമ്മ. അത് ശരി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ടെന്നാ? സിനിമ കൊള്ളാം, നല്ല സിനിമ, അത്യാവശ്യം നല്ല സിനിമ. എന്ന് വെച്ചാൽ മറ്റേ അജിത്തിന്റെ സാധാരണ സിനിമ പോലെ തന്നെ ഫാമിലി ഒരു ലവ് സ്റ്റോറി ഒക്കെ പോലെയാണ്. പിന്നെ ഇഷ്ടംപോലെ ട്വിസ്റ്റ് ഉണ്ട്. കുറെ നാളെ അങ്ങനെ ഒരു സിനിമ വിജയിച്ചിട്ട്. അവൻ ഇവിടെ അജീഷേട്ട അവിടെ കുളിക്കുന്നു. അവൻ പനി എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞുണ്ടോ? അവന്റെ അടുത്താണ് ഞാൻ പറഞ്ഞിട്ട് പോയത് സിനിമ കാണാൻ പോകണം. പിന്നെ വണ്ടി കിട്ടി സർവീസ് കഴിഞ്ഞാൽ കണ്ട ഞാനോട്ട് ഇപ്പൊ ലുക്കായില്ലേ, സൂപ്പറായില്ലേ കാണാൻ. എപ്പോഴും ഇതേപോലെ ഇരിക്കാൻ നീ എന്തിനാണോ നല്ലേ, സൂപ്പർ, എന്ത് ഭംഗിയില്ലേ കാണാൻ. ചേച്ചിരത്ത് വെച്ചപ്പോ ചേച്ചിയോടാണ് എപ്പോഴും ഇങ്ങനെയല്ലേ ഇരിക്കണേ. അവളൊന്നും നോക്കൂല, സത്യം. എവിടെയെങ്കിലും നോക്കിട്ടങ്ങ് പറയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണ് അല്ലെങ്കിൽ കാണാൻ പോകാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ.